നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാതയിൽ ചേർത്തലയ്ക്കും അരൂരിനും ഇടയിൽ 2 മാസത്തിനിടെ 8 മരണം. എല്ലാ മരണങ്ങളും വലിയ ലോറിക്കടിയിൽ ഇരുചക്ര വാഹനങ്ങൾ പെട്ട്. നിരവധി പേർക്കാണ് ഇക്കാലയളവിൽ പരിക്കേറ്റത്. റോഡിൻ്റെ ശോചനീയാവസ്ഥയും അനധികൃത വാഹന പാർക്കിങ്ങും അപകടങ്ങൾ കൂടുവാൻ കാരണമാക്കുന്നു. ഒരു വാഹനം മാത്രം കടന്നുപോകാൻ കഴിയുന്ന റോഡിലാണ് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇതാണ് അപകടങ്ങൾ പെരുകുവാൻ കാരണമാകുന്നത്. ബുധനാഴ്ച ബൈക്ക് യാത്രികൻ ടാങ്കർ ലോറിയിൽ അടിയിൽപ്പെട്ട് മരിച്ചത് അപകട പരമ്പരയിലെ അവസാനത്തേത്. കടക്കരപ്പള്ളി കല്യാണംപറമ്പ് തങ്കച്ചൻ്റെ മകൻ ഷിതിൻ തങ്കച്ചൻ 29 മരിച്ചത്. ദേശീയപാതയിൽ തുറവൂർ NCC കവലയ്ക്ക് സമീപമായിരുന്നു അപകടം. 2025 ജനുവരി 1 തുടങ്ങുന്നത് തന്നെ ദേശീയപാതയിലെ അപകടമരണ വാർത്തകെട്ടാണ്. തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് വേങ്ങയിൽ വെളിമ്പറമ്പിൽ അശ്വതി ഭവനത്തിൽ അപ്പുക്കുട്ടൻ നായരുടെ ഭാര്യ രതി 60 മരിച്ചത്. ഭർത്താവ് മൊത്ത് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ ലോറി ഇടിക്കുകയായിരുന്നു. പട്ടണക്കാട് ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് തകർന്നതും അനധികൃത വാഹന പാർക്കിങ്ങും അപകടങ്ങൾ കൂടാൻ കാരണമായെന്ന് ദേശീയപാതയോരത്തെ വ്യാപാരികളും യാത്രക്കാരും പറയുന്നു. അപകടങ്ങൾ കുറയ്ക്കുവാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഇല്ല. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കും തുറവൂർ അരൂർ ഭാഗത്തെ നിത്യ സംഭവമാണ്. കരാറുകാരുടെ നിരുത്തരവാദമായ സമീപനം മൂലം റോഡിൽ പൊലിയുന്നത് ഓരോ വീടിൻ്റെയും സ്വപ്നവും ഭാവിയുമാണ്.